തിരക്ക് കുറവാണ്. അത് കാരണം നല്ല നമുക്ക് ആ ഒരു സൈലൻസും ഈ ഒരു ആംബിയൻസും നൈസായിട്ട്. ഇതുവരെ മുഖം കാണിക്കാത്തൊരു മുതലിരിക്കുന്നു. ഹായ് ഗൈസ്, രാകേഷ്. അയ്യാ ഇപ്പൊ പറയണ അതിനോട് എപ്പോ തൊട്ട് ഞാൻ വീഡിയോ ഇടാൻ പറയണത്. അപ്പൊ നമ്മൾ ഒറ്റയ്ക്ക് ഇടാൻ പറ്റില്ല. എന്നാ മിസ്സായിപ്പോയി ഗൈസ്. ഇത്ര നാളൊരാള് ഇൻട്രോ മിസ്സായിപ്പോയി ഗൈസ്. ഇതില് കുറച്ചാളായിട്ട് കുറച്ച് എക്സാം ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഇവന്റ്സ് മാനേജ്മെന്റ് ഇപ്പൊ ചെയ്യണത്, ഇവന്റ്സ് കോർഡിനേഷൻ ഇപ്പൊ ചെയ്യുന്നത് പാലക്കാട് പിന്നെ എറണാകുളം ഭാഗത്തേക്കാണ്. അപ്പോ തീരെ ടൈം ഉണ്ടായിരുന്നില്ല. വിചാരിച്ചിരുന്നു എപ്പോഴെങ്കിലും വരണമെന്ന് വിചാരിച്ച്. പക്ഷെ അറിയാലോ, സിറ്റുവേഷൻ മനസ്സിലാവണല്ലോ. ജോലി ഇല്ലാത്തൊരു അൺഎംപ്ലോയ്ഡ് ഞാൻ മാത്രമേ ഉള്ളൂ ഇപ്പൊ ഇതില്. ബാക്കി എല്ലാവർക്കും ജോലി ഉണ്ട്. ഇവരൊക്കെ പുറത്താക്കാറായി. രാമേണ്ണ ഇപ്പൊ ജോലിയാണല്ലോ. IAS പഠിക്കില്ല, IPS പഠിക്കില്ലേ, അതൊരു പണിയാണല്ലോ. നമ്മൾ പരമാവധി നമ്മുടെ ചാനലിൽ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുന്നുണ്ട്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം എല്ലാവരുടെ ഭാഗത്തുനിന്നും. ഓക്കെ, തീർച്ചയായും സപ്പോർട്ട് ഉണ്ടാവണം. ഇപ്പൊ നമ്മൾ പോകാൻ പോകുന്ന പുള്ളിക്കാണ്. പുള്ളി എന്ന് പറയുമ്പോൾ തൃപ്തിയാർന്ന് മാക്സിമം ഒരു 5-5.5 കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ. എല്ലാരും കണ്ടിട്ടുണ്ടാവും. പുള്ളെന്ന് പറഞ്ഞാൽ അടിപൊളി സീനറിയുള്ള സ്ഥലമാണ്. കുറെ സിനിമ എടുത്തിട്ടുണ്ട്. നമ്മുടെ തൃശ്ശൂർ പൂരം സിനിമയിലെ മെയിൻ ഭാഗം പുള്ളുഗിരി, അതെല്ലാവർക്കും ഓർമ്മ ഉണ്ടാവില്ല. നമ്മൾ ആ ഭാഗത്തേക്കാണ് പോകുന്നത്. പുള്ളുഗിരിയുടെ ഭാഗം നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം. എല്ലാവർക്കും വെൽക്കം ടു മൈ ചാനൽ അൺഎംപ്ലോയ്ഡ് മല്ലു. നമ്മളൊക്കെ പുള്ളത്തരായി ഗൈസ്. അയ്യപ്പ അതെന്നെ വിളിച്ചത് ഗേറ്റ് കണ്ടല്ലേ, 5,000 ഇവിടുന്ന് തുടങ്ങിയടാ. അടിപൊളി ഷാപ്പാട്ടാ. അടിച്ചിട്ട് പോവാം. സമയമുണ്ട്. പക്ഷെ അതിന്റെ ഫ്രണ്ടിലുള്ള മൈക്ക്, ആ ക്യാമറയുടെ ഫ്രണ്ടിലെ മൈക്ക്. പശു, സൈക്കിള്, ഒരു ചേട്ടൻ ബോർഡ്. വിദേശത്തേക്ക് പോകണ്ട. വിദേശത്തേക്ക് പോയത് കാണണം വേണ്ടല്ലേ. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരാറില്ല. എന്തിനാന്നറിയാലോ, ഇരിക്കണ നല്ല കേക്ക് അല്ലേ. വൈശാഖ ഉണ്ടായിരുന്നു. അതിന്റെ ഈ സൈഡിൽ സ്ഥലമാണ്. ഇവിടെ കൊന്നിരിക്കണം വൈകിട്ട്. അങ്ങനെയല്ല, പറഞ്ഞൊക്കെ നമ്മുടെ ഇടയിൽ അവിടെ പോയിരിക്കുന്നത് കഥ പറയാൻ വേണ്ടി പോയി. അങ്ങനെ പുള്ളെത്തി. ഇവൻ അഗേഷ് ഇപ്പം മെയിനായിട്ട് നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയി മാറി ഇവിടെ. കാരണം വെച്ചാൽ എല്ലാവരും പാടവും ഇതൊക്കെ കാണാൻ നല്ല രീതിയിൽ വരുന്നുണ്ട്. ഇപ്പം ഞായറാഴ്ച സമയങ്ങളിൽ, ഞായറാഴ്ച ശനി ഞായർ വീക്കെൻഡ്സ് ഒക്കെ ആണെങ്കിൽ ഇവിടെ ജോയ് തിരക്കായിരിക്കും. ഫുൾ ഫാമിലീസ് ആയിരിക്കും, ഫുൾ വണ്ടികളും. നല്ല എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. എല്ലാവരും ഫാമിലിയായിട്ടൊക്കെ ഒന്ന് വന്ന് വല്ലപ്പോഴൊക്കെ ഒന്ന് കാണേണ്ട സ്ഥലമാണ് ഫുള്ള്. കാരണം വെച്ചാൽ അതിനുള്ള സ്ഥലമുണ്ട്. കള്ളുടിക്കാം, നൈസായിട്ട് ചില്ല് ചെയ്യാം. നൈസ് വൈബാണ്. നൈസായിട്ട് നമുക്ക് ട്രക്കിങ്, ചെറിയ നടത്തം. ട്രക്കിംഗ് എന്ന് പറയാൻ പറ്റില്ല, ചെറിയ നടത്തം, കയാക്കിങ് ചെയ്യാം. മറ്റേ കൊട്ടവഞ്ചി അതൊക്കെ ഉണ്ട്. ആ രീതിയിലൊക്കെ പറയുകയാണെങ്കിൽ ഫുൾ അടിപൊളിയാണ്. എക്സ്പ്ലോറിങ് ആണ്. ഫുഡ് എല്ലാ രീതിയിലും അടിപൊളി സ്ഥലമാണ് നമ്മുടെ ഫുള്ളെന്ന് പറയാം. പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ ഇവിടെ എല്ലാ ദിവസങ്ങളിലും ക്രൗഡ് ഇല്ലെങ്കിൽ ഇവിടെ ഒരു കാര്യമില്ല. ക്രൗഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഇത്രയും കൂടി ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. കാരണം ശനി ഞായർ മാത്രമേ അവർ എല്ലാ ഐറ്റംസും എടുക്കുള്ളൂ. അല്ല എല്ലാ ദിവസവും ഒരു ഐറ്റംസ് എല്ലാം ഉണ്ടാവില്ല. അതൊരു പ്രശ്നമാണ്. പക്ഷേ നമുക്ക് ബാക്കിയുള്ള ദിവസങ്ങളിൽ വീക്കെൻഡ്സ് മാത്രമല്ലാണ്ട് ബാക്കി വർക്കിംഗ് ഡേയ്സിൽ വന്നാലും നമുക്ക് പീസ്ഫുള്ളായിട്ട് ഇവിടെ എൻജോയ് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. പരമാവധി എല്ലാവരും വന്ന് നോക്ക്. തൃപ്രയാറിന് ആകെ ഒരു 6 കിലോമീറ്റർ ഒക്കെ ഉള്ളൂ. കുറേ പേര് ഈ ഭാഗത്തുള്ള എല്ലാവരും എക്സ്പ്ലോർ ചെയ്ത സ്ഥലമാണ്. കാണുന്ന എല്ലാവരും പുള്ളിക്ക് വരണം. നമ്മുടെ പുള്ളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം, മറക്കരുത്. ബാക്കി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ശരിക്കും ഇങ്ങനത്തെ ഒരു സമയത്ത് ഇവിടെ വരാൻ നല്ല രസമാണ്. കാരണം തിരക്കില്ല, ആൾക്കാർ കുറവായിരിക്കും. ഒന്നാമത് ചൊവ്വാഴ്ചയും പിന്നെ ഈ ഒരു സമയമായിട്ട് തിരക്ക് കുറവാണ്. അത് കാരണം നല്ല നമുക്ക് ആ ഒരു സൈലൻസും ഈ ഒരു ആംബിയൻസും നൈസായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും.
നല്ലൊരു മഴ ക്ലൈമറ്റ് കണ്ടപ്പോൾ ഇവിടേക്ക് ഇറങ്ങിയ കേട്ടാ. പക്ഷെ മഴയില്ലെന്ന്. ഇന്നലെ ഇറങ്ങാന്ന് ചോദിച്ചു. ഇന്നലെ ഹെൽത്ത് ഓക്കെ ആയിരുന്നില്ല, ചെറിയ കഫക്കെട്ടും പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. അപ്പം ഇന്നിങ്ങോട്ട് ഇറങ്ങി. ഒരു ട്രിപ്പൊക്കെ പോകാൻ പ്ലാൻ ചെയ്യണ്ടായിരുന്നു, പക്ഷെ അതൊന്നും ഒക്കെ ക്യാൻസലായി. അജിയുടെ ബ്രാക്ക് വന്നുകൊണ്ട് കാനഡയിൽ ഇരുന്നിട്ട് അവന് വരാൻ പറ്റാത്തതിൻ്റെ. ഒരു കാര്യം ചെയ്ത് നോക്കണം, മറ്റേ ഇവിടെ സൈഡിൽ കുറച്ച് മീനൊക്കെ ഉണ്ട് തോട്ടിൽ. അപ്പോൾ അതൊന്നും എടുക്കാൻ പറ്റും നോക്കണം. ക്യാമറ വാട്ടർ പ്രൂഫാണ്, എന്നാലും നമുക്ക് ട്രയൽ അടിച്ച് നോക്കാം. ഇങ്ങനെയൊക്കെയല്ല അവരെ പരീക്ഷ. കമ്പനി പറ്റിച്ചാണെങ്കിലോ കമ്പനി പറ്റിക്കില്ലോ, വിശ്വാസമുണ്ട്. DJയിലുള്ള വിശ്വാസം ഇതോടെ തീരാണ്ടിരുന്നാൽ മതി. നോക്കാം. അപ്പോൾ ഈ അണ്ടർ വാട്ടർ കുറച്ചെടുത്ത് നോക്കാം. തിരക്കായി തുടങ്ങിയിട്ടാണ്. വൈകുന്നേരം പിന്നെ തിരക്കാവും. അങ്ങനെ ഇന്നത്തെ പരിപാടിക്ക് തീർന്നു. തിരിച്ച് വീട്ടിൽ പോകാതെ. നിന്റെ മുഖം നോക്കാനാണെങ്കിൽ ഇത് മേടിക്കണ്ട. എന്തേലും പറയാറുണ്ടെങ്കിൽ മേടിച്ചാ മതി. എനിക്കൊന്നും പറയാനില്ല. ഡയലോഗ് നിങ്ങൾക്കല്ലേ. നീ ഡയലോഗ് പറയണ. നീ ഡയലോഗൊന്നുമില്ല. ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു വീട്ടിൽ പോവാം. ഒറ്റയ്ക്ക് തിരുവപ്പള്ളിയിൽ പോവാം.